നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ ഒരു മൂലം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലങ്കാരുടെ ജീവിതത്തിൽ ചില അത്ഭുത മാറ്റങ്ങൾ നടക്കുന്ന വർഷമാണ് 2026. ഏതാണ്ട് 88 വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരങ്ങളായ 5 രാജയോഗങ്ങൾ ഒരുമിച്ച് വരുന്ന നക്ഷത്രമാണ് മൂലം നക്ഷത്രം. ഗജകേസരി യോഗം, മഹാരാജയോഗം, ചക്രവർത്തി യോഗം, പരിവർത്തന രാജയോഗം, പാരിജാത യോഗം. ഈ 5 രാജയോഗങ്ങളും മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും സ്വപ്നം കണ്ടാലും 2026 മൂലം നക്ഷത്രക്കാർക്ക് അത് സാധിച്ചെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. ധനസൗഭാഗ്യം, തൊഴിൽ സൗഭാഗ്യം, വിവാഹയോഗം, സന്താന സൗഭാഗ്യം, മക്കളുടെ ഉയർച്ച, ഈ കാര്യങ്ങളിലെല്ലാം മൂലം നക്ഷത്രക്കാർക്ക് ഞെട്ടിപ്പിക്കുന്ന സൗഭാഗ്യങ്ങളാണ് 2026 വന്നു ചേരുന്നത്. മൂല നക്ഷത്രക്കാരുടെ ഏറ്റവും ആധികാരികവും സമഗ്രവും വിശ്വാസയോഗ്യവും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പല കഠിനാധ്വാനങ്ങളും വിജയം കാണാൻ പോകുന്ന വർഷമാണ് പുതുവർഷം. ജീവിതത്തിലെ ഒരുപാട് പ്രയത്നങ്ങൾ, പരിശ്രമങ്ങൾ, മനസ്സിരുത്തി ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും ജഗദീശ്വരൻ, ഭഗവാൻ, ഭഗവതി നടത്തി തരുന്ന വർഷമാണ് 2026. ഞാൻ പറഞ്ഞ പോലെ 5 രാജയോഗങ്ങൾ, അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന 5 രാജയോഗങ്ങളാണ് മൂലം നക്ഷത്രക്കാർക്ക് 2026 വന്നു ചേരുന്നത്. ഇതുപോലൊരു രാജയോഗം ഇനി വരുവാൻ ഏതാണ്ട് 100-ൽ പരം വർഷങ്ങൾ കാത്തിരിക്കണം. ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളും പല ആഗ്രഹങ്ങളും ഭഗവാനും ഭഗവതിയും മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൈവെള്ളയിൽ വെച്ച് തരുന്ന വർഷമാണ് 2026. ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് മനപ്രയാസങ്ങൾ, മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ. മൂലം നക്ഷത്രക്കാരുടെ മൊത്തത്തിലുള്ള ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവര് തന്നെ പലപ്പോഴും സ്വയം പറയാറുണ്ട്, എന്തൊരു നശിച്ച നാളാണ് എന്റേത്, എന്നും ദുരിതവും സങ്കടവും മനോപ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും അറിയാതെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറുണ്ട്. ഈ മൂലം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് എല്ലാ ലൗകിക സൗഭാഗ്യങ്ങളും കൈവരുമെങ്കിലും ഭർത്തൃപരിത്യാഗമോ ഭർത്തൃമരണമോ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. പെട്ടെന്ന് ശോഭിക്കുകയും വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഇവർക്കുണ്ട്. പലപ്പോഴും ഈ മൂലം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് കാലതാമസമോ പ്രതിബന്ധമോ ഉണ്ടാകാം. കേട്ടയുടെ അവസാന ഒരു നാഴികയും മൂലവും ചേർന്ന ഗണ്ടാന്ത സന്ധിയിൽ ജനിക്കുന്ന മൂലം നക്ഷത്രക്കാർ പിതാവിന് ദോഷം ചെയ്യുമെന്ന് പൊതുവിശ്വാസമുണ്ട്. മൂലത്തെ വിവാഹം ചെയ്താൽ മാമിയാർ മൂലയിൽ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അതായത് മൂലത്തെ കിട്ടിയാൽ മാമിയാർ വിധവയാകുമെന്നാണ് പറയുന്നതിന്റെ പൊരുൾ. ഇങ്ങനെ ഗണ്ടാന്ത സന്ധിയിൽ ജനിക്കുന്ന സ്ത്രീകൾ അല്പസൗഖ്യവും ദരിദ്രയും രോഗിയും ശത്രുക്കളുള്ളവളും വൈദവ്യത്തിന് സാധ്യതയുള്ളവളും ബന്ധുക്കളില്ലാത്തവളും മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുന്നവളെന്നും പിടിവാശിക്കാരാണെന്നും ആണുങ്ങളെ ഇഷ്ടപ്പെടാത്തവരാണെന്നും പൊതുവെ ഒറ്റയ്ക്ക് താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നും ഉള്ള ഒരു വിവക്ഷയുണ്ട്. എന്നാൽ വർഷങ്ങളായിട്ട് അനുഭവപ്പെടുന്ന ഇത്തരത്തിലുള്ള അപഖ്യാതികളെല്ലാം മാറുന്ന ഒരു സമയമായിരിക്കും 2026. തുടർന്ന് അങ്ങോട്ടുള്ള 10-15 വർഷക്കാലം മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ഇന്ന് രാശിഫലയിൽ കാണുവാൻ കഴിഞ്ഞത്. മൂലം നക്ഷത്രക്കാരുടെ സങ്കടങ്ങൾ മുഴുവൻ മാറുന്ന വർഷമാണ് 2026. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരുപാട് അപവാദങ്ങളും അപഖ്യാതികളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും മനപ്രയാസങ്ങളും അനുഭവിച്ചു വരുന്നവരാണ് മൂലം നക്ഷത്രക്കാർ. മറ്റുള്ളവർ പലപ്പോഴും പിടിവാശിക്കാരാണ് മൂലം നക്ഷത്രക്കാർ എന്ന് മുദ്ര കുത്താറുണ്ട്. പക്ഷേ ഇവരുടെ വേദന ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എത്രയെത്ര ജീവിത പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളാണ് മൂലം നക്ഷത്രക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ സങ്കടത്തിന്റെ, വേദനയുടെ, മനപ്രയാസങ്ങളുടെ തീക്കനലുകൾ എരിയുമ്പോഴും ആ തീക്കനൽ പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി വേദനകൾ കടിച്ചമർത്തി, മനപ്രയാസങ്ങൾ കടിച്ചമർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് മൂലം നക്ഷത്രക്കാർ. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലെടുത്ത് ഉണ്ടാകുന്ന അപ്രീതി, ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഉയർച്ച തൊഴിൽ മേഖലയിൽ വരാത്ത കാലം, അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ നേടിയെടുക്കണമെന്ന് വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടും ആ ഒരു കാര്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ പോകുന്നവർ, പലപ്പോഴും ജോലി സ്ഥലത്ത് പോലും ധാരാളം ശത്രുക്കൾ ഉള്ളവരാണ് മൂലം നക്ഷത്രക്കാർ. ജീവിതം മൊത്തം എടുത്തു നോക്കുമ്പോൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, പല രീതിയിലുള്ള വിളിച്ചപേക്ഷകൾ, ഏരിച്ചൽ, ദുർമന്ത്രവാദങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് മടുത്തവരാണ് മൂലം നക്ഷത്രക്കാർ. മാതാപിതാക്കളിൽ നിന്ന് പോലും വേണ്ടത്ര പരിഗണന മൂലം നക്ഷത്രക്കാർക്ക് ലഭിക്കാറില്ല.
പക്ഷെ ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ഇവരുടെ കരുത്ത്, ഇവരുടെ ഉൾക്കരുത്താണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഒരു ഉൾക്കരുത്തും ഈ 2026 വന്നു ചേർന്നിരിക്കുന്ന അത്യപൂർവങ്ങളായ 5 രാജയോഗങ്ങളും കൂടി ചേരുമ്പോൾ മൂലം നക്ഷത്രക്കാർ വിജയ കുടിമുടി കയറുന്ന, വിജയത്തിന്റെ അത്വങ്ക ശൃംഗത്തിൽ എത്തിച്ചേരുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഒരു ഫെബ്രുവരി പകുതി ആകുന്നതോടുകൂടി മൂലം നക്ഷത്രക്കാരുടെ ജീവിതം വഴിമാറും. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊന്നും നടന്നു കിട്ടിയിരുന്നു എങ്കിൽ എന്റെ ജീവിതം തന്നെ വഴിമാറിയേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആരെയും കൂസാതെ മുന്നോട്ട് പോകുമ്പോഴും മൂലം നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടക്കും. ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയമാണ്. ലോട്ടറി സൗഭാഗ്യം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ് 2026. വിവാഹ യോഗം, സന്താന യോഗം ഇതൊക്കെ വന്നു ചേരുന്ന സമയം. ഗൃഹനിർമ്മാണം നടത്താൻ സാധിക്കും. പുതിയ ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം നടക്കുന്ന വർഷമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു സൗഭാഗ്യം, മാതൃവഴി, മാതാവിന്റെ ഭവനം വഴി ചില സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന സമയമാണ്. ചില പൈതൃക സ്വത്തുകൾ വന്നു ചേരുക, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ, മാതൃകുടുംബത്തിൽ നിന്ന് സഹായങ്ങൾ പല രീതിയിൽ വന്നു ചേരുക. അപ്പോൾ ഒന്നുകിൽ അമ്മ വഴി അല്ലെങ്കിൽ അമ്മയുടെ കുടുംബം വഴി മൂലം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് 2026. തൊഴിൽ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്ന വർഷമാണ് 2026. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മ മേഖല വിട്ട് മറ്റൊരു മേഖലയിലേക്ക്, മറ്റൊരു ജോലിയിലേക്ക് മാറുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശ്രമിച്ചോളൂ, അത് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, ബിസിനസ് ഒക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങുവാൻ ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. നിലവിൽ ബിസിനസ് അല്ലെങ്കിൽ സംരംഭങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്രതീക്ഷിതങ്ങളായ ധന സൗഭാഗ്യങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിലുള്ള അഭൂതപൂർവമായ വളർച്ച ഇതൊക്കെ സംഭവിക്കുന്ന വർഷമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം വേണമെങ്കിലും, ഏത് രീതിയിലുള്ള തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഈശ്വരാധീനം വളരെയധികമുള്ള സമയമാണ്. ആ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. അതുപോലെ വിദേശത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിശ്രമിച്ചാൽ അത് നടക്കുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ജോലി, നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള ജോലികൾ ലഭിക്കുന്ന സമയമാണ്. ജോലിയിൽ സംതൃപ്തി, മാനസിക സംതൃപ്തി, സമാധാനമൊക്കെ വന്നു ചേരുന്ന കാലമാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, മിക്കപ്പോഴും നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് ഇല്ലെങ്കിൽ എല്ലാ കർമ്മ മേഖലകളിലും അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും പലപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവവും വളരെയധികം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളും വിഷമതകളും അനുഭവിക്കാറുണ്ട്. അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു തരാം, അതങ്ങൾ ചെയ്താൽ മതി. അതുപോലെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടുക. ഉദര സംബന്ധമായ അസുഖങ്ങളും ശ്വാസകോശ രോഗങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ രോഗങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ താമസം കൂടാതെ തന്നെ അതിന് ചികിത്സ തേടുക. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹിക പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്.
അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഈടവും, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026-ൽ ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 ആണ്ട് മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്നാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026. ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി, അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി, വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026-ൽ ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ 2 കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5-ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5-ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ 2 യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം, ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026-ൽ ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്.
അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും, മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി, അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത്, ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നേരോടെ, നെറിവോടെ, നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും, കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിതം വഴിപാടുകൾ നടത്തുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. ദുർഗാ ക്ഷേത്രങ്ങൾ, ദേവീ ക്ഷേത്രങ്ങൾ, ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതുവഴി 2026 നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിന്റെയും മഹാരാജ യോഗത്തിന്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വേറൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക. പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.